ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമ്മുടെ +2 ബിസിനസ് സ്റ്റഡീസിൽ 4 മാർക്കിന് വന്നിട്ടുള്ള ചോദ്യങ്ങളുടെ ഉത്തരങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ക്രിസ്മസ് എക്സാം മൊത്തം നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു ബിസിനസ് സ്റ്റഡീസിൻ്റെ എന്നുള്ളത് തീർച്ചയായും ഒന്ന് കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോസ് ഒക്കെ തന്നെ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. 4 മാർക്കിൻ്റെ ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് 4 മാർക്കിന് നിങ്ങൾ എഴുതേണ്ടിരുന്നത് 4 ചോദ്യങ്ങളാണ്. ഓക്കെ, 4 ക്വസ്റ്റ്യൻസ് ആണ് 4 മാർക്കിന് നിങ്ങൾക്ക് എഴുതാനുള്ളത്. അങ്ങനെ മൊത്തം 16 മാർക്കാണ് ഈ ഒരു ഏരിയയിൽ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും. അപ്പോൾ ഓൾറെഡി നമ്മൾ ഇപ്പോൾ നോക്കിയ സമയത്ത് 1 മാർക്ക് മുതൽ 3 മാർക്ക് വരെയുള്ള നോക്കിയല്ലോ. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ഈ ഒരു സെഷനിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡ്രോ എ ഡയഗ്രാം ഷോയിങ് ടെക്നിക് ഓഫ് ഫങ്ഷണൽ ഫോമാൻഷിപ്പ് ബൈ FW ടൈലർ. രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റിൽ FW ടൈലറുടെ സയൻറ്റിഫിക് ടെക്നിക്സ് നമ്മൾ പഠിച്ച സമയത്ത് അതിലുള്ള കാര്യമായിരുന്നു ഫങ്ഷണൽ ഫോർമാൻഷിപ്പ്. അപ്പോൾ മക്കളെ, എന്താണ് ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് എന്ന് പറഞ്ഞാൽ? ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് ഈസ് എ ഫോം ഓഫ് ഓർഗനൈസേഷൻ വിച്ച് ഇൻവോൾവ് സൂപ്പർവിഷൻ ഓഫ് എ വർക്കർ ബൈ സെവറൽ സ്പെഷ്യലിസ്റ്റ് ഫോർമാൻ. അതായത് ഒരു എംപ്ലോയീനെ, ഒരു വർക്കറിനെ സൂപ്പർവൈസ് ചെയ്യാൻ അവിടെ എത്ര പേരുണ്ട്? അവിടെ 8 പേരാണ് വരുന്നത് ഫങ്ഷണൽ ഫോർമാൻഷിപ്പ്. അപ്പോൾ ഇതേപോലെ ഒരു ഡയഗ്രാം നിങ്ങൾ വരച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും അതിൻ്റെ മാർക്ക് കിട്ടും. എന്നിട്ട് അതിൻ്റെ ടോപ്പിൽ ഫാക്ടറി മാനേജർ, അതിൻ്റെ തൊട്ട് താഴെ 2 പേര് വരുന്നുണ്ട്, പ്ലാനിങ് ഇൻചാർജും പ്രൊഡക്ഷൻ ഇൻചാർജും. അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്ലാനിങ് ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് എഴുതാം. എന്നിട്ട് ഈ പ്ലാനിങ് ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ 4 പേര് വരുന്നുണ്ട്, ഇൻസ്ട്രക്ഷൻ കാർഡ് ക്ലർക്ക്, ടൈം ആൻഡ് കോസ്റ്റ് ക്ലർക്ക്, റൂട്ട് ക്ലർക്ക് ആൻഡ് ഡിസിപ്ലിനറി. ഇങ്ങനെ 4 പേരാണ് ആദ്യത്തെ പ്ലാനിങ് ഇൻചാർജിൽ വരുന്നത്. ഇനി പ്രൊഡക്ഷൻ ഇൻചാർജ് നോക്കുമ്പോൾ സ്പീഡ് ബോസ്, ഗ്യാങ് ബോസ്, റിപ്പയർ ബോസ്, ഇൻസ്പെക്ടർ. ഇങ്ങനെ 4 പേരാണ് വരുന്നത്. ഇങ്ങനെ 4 സൂപ്പർവൈസേഴ്സ് ഒരു വർക്കറിനെ സൂപ്പർവൈസ് ചെയ്യുന്ന ആ ഒരു ഫങ്ഷണൽ ഫോർമാൻഷിപ്പാണ് നിങ്ങൾ എഴുതേണ്ടിരുന്നത്. ക്ലിയർ അല്ല? അപ്പോൾ ഇത് വരയ്ക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് വരയ്ക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് നല്ല മാർക്ക് കിട്ടും. എന്നിട്ട് അതിൻ്റെ ഓരോന്നിൻ്റെയും ചെറിയ രീതിയിലൊരു എക്സ്പ്ലനേഷൻ കൊടുത്താൽ മതിയാകും. അപ്പോൾ നമുക്ക് അതിൻ്റെ മുഴുവൻ മാർക്കും കിട്ടും. ഓക്കെ, ഇനി എഴുതാൻ ബുദ്ധിമുട്ടുണ്ട്, വരച്ചാൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു 4 മാർക്ക്. ഡ്രോ എന്നേ പറഞ്ഞിട്ടുള്ളൂ, എഴുതാൻ പറ്റിയാൽ അത്രയും നല്ലത്. ഇത് വരയ്ക്കലാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഈ ഒരു ചിത്രം വരയ്ക്കുക, ഈ ഒരു ഡയഗ്രാം വരയ്ക്കലാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അത് വരച്ചാൽ തന്നെ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് 4 മാർക്ക് തന്നെ കിട്ടും. റെഡിയല്ലേ? ഇനി അടുത്തതൊരു മാത്സ് ഫോളോയിങ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരുന്നു. വളരെ സിമ്പിളായിട്ട് തോന്നി കണ്ടപ്പം, വളരെ എളുപ്പമാണ്. നമ്മുടെ 3ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ബിസിനസ് എൻവയോൺമെൻറ്റിൽ നിന്നുള്ള ചോദ്യമായിരുന്നു. ചേഞ്ച് ഇൻ ലൈഫ് സ്റ്റൈൽ. ചേഞ്ച് ഇൻ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് ഏത് എൻവയോൺമെൻറ്റുമായി ബന്ധപ്പെട്ടതാണ്? സോഷ്യൽ എൻവയോൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ചേഞ്ച് ഇൻ ഇൻട്രസ്റ്റ് റേറ്റോ, അത് വരുന്നത് എക്കണോമിക് എൻവയോൺമെൻറ്റുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ചേഞ്ച് ഇൻ ലോ എന്ന് പറയുന്നത് ഏതാണ്? ലീഗൽ എൻവയോൺമെൻറ്റുമായിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ചേഞ്ച് ഇൻ ഐഡിയോളജി ഓഫ് ഗവൺമെൻറ് വരുന്നത് പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊന്നും കൂടി നോക്കാം. ലൈഫ് സ്റ്റൈൽ വരുന്നത് ഏതാണ്? സോഷ്യൽ എൻവയോൺമെൻ്റ് ആണ്. ചേഞ്ച് ഇൻ ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത് എക്കണോമിക് ആണ്. ചേഞ്ച് ഇൻ ലോ വരുന്നത് ലീഗലാണ്. ചേഞ്ച് ഇൻ ഐഡിയോളജി ഇൻ ഗവൺമെൻറ് വരുന്നത് പൊളിറ്റിക്കലാണ്. ഈ രീതിയിൽ നിങ്ങൾ കറക്റ്റായിട്ട് ഓരോന്നിനും A കോളത്തിന് മാച്ച് ആയത് തന്നെ B കോളത്തിന് എടുത്ത് എഴുതിയിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ വരച്ച് വയ്ക്കാതെ കറക്റ്റായിട്ട് A കോളത്തിന് മാച്ച് ആയത് B കോളത്തിൽ നിന്ന് എടുത്ത് എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ 4 മാർക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ കിട്ടും. റെഡിയല്ലേ? അടുത്ത ചോദ്യം എന്ന് പറയുന്നത് എന്താണ്? ഡ്രോ എ ഡയഗ്രാം ഷോയിങ് ഫങ്ഷണൽ സ്ട്രക്ചർ ഓഫ് എൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷൻ്റെ ഫങ്ഷണൽ സ്ട്രക്ചറാണ് നമ്മളോട് ചോദിക്കുന്നത് വരയ്ക്കാൻ വേണ്ടിയിട്ട്. അത് ഏതാണ് ചാപ്റ്റർ വന്നിട്ട്? ചാപ്റ്റർ വരുന്നത് ഓർഗനൈസിങ് ആണ്. ഫങ്ഷണൽ സ്ട്രക്ചർ അറിയാലോ, നമ്മൾ ഡിഫറെൻറ്റ് ഫങ്ഷൻസിൻ്റെ ബേസിലാണ് അത് വരയ്ക്കുക. അപ്പോൾ അതിന് എക്സാമ്പിളായിട്ട് നമുക്ക് ഈ രീതിയിൽ നിങ്ങൾ വരയ്ക്കുകയാണെങ്കിൽ ഒരു മാനേജിങ് ഡയറക്ടർ ഉണ്ടാവും, അദ്ദേഹത്തിൻ്റെ കീഴിൽ ഫിനാൻസ് മാനേജർ, മാർക്കറ്റിംഗ് മാനേജർ, പ്രൊഡക്ഷൻ മാനേജർ. ഈ രീതിയിൽ നിങ്ങൾ വരയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും അതിൻ്റെ മുഴുവൻ മാർക്കും കിട്ടുന്നതായിരിക്കും. അപ്പോൾ പ്രോപ്പറായിട്ട് ഫങ്ഷണൽ സ്ട്രക്ചർ ഈ രീതിയിൽ നിങ്ങൾ വരച്ചിട്ടുണ്ടെന്നൊന്ന് ഉറപ്പ് വരുത്തുക കേട്ടോ. അതാണ് ഫങ്ഷണൽ സ്ട്രക്ചർ പറയുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് എലമെൻറ്റ്സ് ഓഫ് ഡയറക്റ്റിംഗ് എന്താണ്? 7ാമത്തെ ചാപ്റ്റർ ആയിരുന്നു ഡയറക്റ്റിംഗ്. അപ്പോൾ ഡയറക്റ്റിങ്ങിലെ എലമെൻറ്റ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം ഡയറക്റ്റിങ്ങിൻ്റെ എലമെൻറ്റ്സ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് പഠിക്കാനുള്ളത് 4 എണ്ണമാണ്. സൂപ്പർവിഷൻ, മോട്ടിവേഷൻ, ലീഡർഷിപ്പ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഇത് ആദ്യം എടുത്ത് എഴുതുക. ഇതൊക്കെയാണ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. ദീസ് ആർ ദ എലമെൻറ്റ്സ് ഓഫ് എലമെൻറ്റ്സ് ഓഫ് ഡയറക്റ്റിംഗ്.
എന്നിട്ട് അത് എഴുതി കഴിഞ്ഞതിന് ശേഷം ഓരോന്നും നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എക്സ്പ്ലെയിൻ ചെയ്യുക. സൂപ്പർവിഷൻ്റെ മീനിങ് എന്താണെന്നും അതുപോലെ തന്നെ മോട്ടിവേഷൻ്റെ മീനിങ് എന്താണെന്നും പിന്നെ നിങ്ങൾ എഴുതേണ്ടത് ലീഡർഷിപ്പ് എന്താണ് ഉദ്ദേശിക്കുന്നത്, അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ എന്താണ്. ഈ രീതിയിൽ എല്ലാത്തിൻ്റെയും ഈ പറഞ്ഞിട്ടുള്ള ഓരോന്നിൻ്റെയും കറക്റ്റായിട്ട് ഉള്ള ഒരു എക്സ്പ്ലനേഷൻ, ജസ്റ്റ് മീനിങ് എഴുതിയാൽ മതി. അപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു കറക്റ്റായിട്ടുള്ള ഒരു 4 മാർക്ക് ഈസി ആയിട്ട് തന്നെ കിട്ടും. ഓക്കെ, ഇവിടെ കാണിക്കുന്നുണ്ട് ഓരോന്നിൻ്റെ മീനിങ്. നല്ല രീതിയിൽ നിങ്ങൾ ഓരോന്നിൻ്റെയും എലമെൻറ്റ്സ് ഓഫ് ഡയറക്റ്റിംഗ് എഴുതിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മാർക്ക് നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ കിട്ടുന്നതാണ്. 4 മാർക്ക് വളരെ എളുപ്പത്തിൽ തന്നെ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, ഈ ഒരു സെഷനിൽ അവസാനത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു പ്ലാനിങ്ങും കൺട്രോളിങ്ങും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണെന്ന് എഴുതാൻ. അത് നമ്മൾ അവസാനത്തെ ഒരു ഭാഗത്തേക്ക്, അതായത് അവസാനത്തെ മാനേജ്മെൻറ്റ് ഫങ്ഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ടെന്ന് കൺട്രോളിങ്. അതിൽ നമുക്ക് പഠിക്കാനുള്ള ഏരിയയാണ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്ലാനിങ് ആൻഡ് കൺട്രോളിങ്. അതായത് പ്ലാനിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതും കൺട്രോളിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് രണ്ടും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടും ഇൻസെപ്പറബിൾ ട്വിൻസ് എന്നാണ് അറിയപ്പെടുന്നത്. അതായത് പ്ലാനിങ് ചെയ്യുന്നത് കൊണ്ടാണ് കൺട്രോളിങ് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ വിത്തൗട്ട് കൺട്രോളിങ് പ്ലാനിങ് ഈസ് മീനിങ്ലെസ്. അതുപോലെ വിത്തൗട്ട് പ്ലാനിങ് ദർ ഇസ് നോ നീഡ് ഫോർ എ കൺട്രോളിങ്. അതായത് പ്ലാനിങ്ങും കൺട്രോളിങ്ങും വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള രീതിയിലായിരിക്കണം നിങ്ങളുടെ പോയിൻറ്റ്സ് വരാൻ. പ്ലാനിങ് വിത്തൗട്ട് കൺട്രോളിങ് ഈസ് മീനിങ്ലെസ്. സിമിലർലി കൺട്രോളിങ് ഈസ് ബ്ലൈൻഡ് വിത്തൗട്ട് പ്ലാനിങ്. പ്ലാനിങ് ഇല്ലാതെ കൺട്രോളിങ് ചെയ്യേണ്ട ആവശ്യകത വരുന്നില്ലല്ലോ. പ്ലാനിങ് ഇല്ലാതെ കൺട്രോളിങ് ചെയ്യാനും സാധിക്കില്ല. ഓക്കെ, അതുപോലെ പ്ലാൻ ഉണ്ടെങ്കിലേ കൺട്രോളിനൊരു ബേസിസ് ഉള്ളൂ. സോ ഇത് രണ്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നിങ്ങൾ എഴുതി കഴിയുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് അതിനുള്ള മാർക്ക് കിട്ടും. റെഡി അല്ലേ? നിങ്ങൾക്ക് കാണുന്നുണ്ടാവും പ്ലാനിങ്ങും കൺട്രോളിങ്ങും തമ്മിലുള്ള ബന്ധം, റിലേഷൻഷിപ്പ് രണ്ടും കണക്റ്റഡ് ആണ്. പ്ലാനിങ് വിത്തൗട്ട് കൺട്രോളിങ് ഈസ് മീനിങ്ലെസ്. സിമിലർലി കൺട്രോളിങ് ഈസ് ബ്ലൈൻഡ് വിത്തൗട്ട് പ്ലാനിങ്. റെഡി അല്ലേ? സോ ഇത്രയായിരുന്നു നമ്മുടെ 4 മാർക്കിൻ്റെ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളായിട്ട് വന്നിട്ടുള്ള കാര്യങ്ങൾ. നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ ഇതിൽ മൊത്തം നിങ്ങൾക്ക് 5 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. അതിലൊന്ന് സ്കിപ്പ് ചെയ്യുക കേട്ടോ. നിങ്ങൾ ഏതാണ് സ്കിപ്പ് ചെയ്തതെന്ന് പറയുക. മൊത്തം എങ്ങനെ ഉണ്ടായിരുന്നു 4 മാർക്കിൻ്റെ സെഷൻ എന്ന് പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്